എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നലത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇഷ്തയും ചിപ്പിയും ഇഷ്തയുടെ വീട്ടിൽ പോയിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നതും അത് തന്നെയാണ്. ചിപ്പി അവരുടെ അച്ഛനും അമ്മയുടെയും കൂടെ ഓരോ കളികളൊക്കെ കളിക്കുന്നു. അങ്ങനെ ചിപ്പി കള്ളത്തരമൊക്കെ കളിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ കളിക്കാൻ പാടില്ല, ചെറിയ കുട്ടികളായാലും കള്ളം കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ അവർ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂരജും അമ്മയും കൂടെ വരുന്നത്. അപ്പം മോനെ വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനോടും കുശലം പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ഇഷിതയും സുജിയും അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവർ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നു, എപ്പോഴും നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം, ഞങ്ങൾക്കത് കാണുമ്പോഴാണ് സന്തോഷം, എന്നാലാണ് ഞങ്ങൾക്ക് ആരോഗ്യ ആയുസ്സൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നു. അങ്ങനെ അവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, ഞങ്ങൾ പോയി റെഡിയാകാമെന്ന് പറയുന്നു. അങ്ങനെ ഇഷിതയും ചിപ്പിയും പോയി റെഡിയാകുന്നു. പിന്നീട് കാണിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും സൂരജ് അമ്മയോടും ഇഷിതയോടും പറയാണ്, ഇനി നിങ്ങൾ പേടിക്കേണ്ട, ചിപ്പിയുടെ കാര്യം ഞാൻ നോക്കിക്കോളും എന്ന് പറയുന്നു. അപ്പം ചിപ്പി പറയുന്നു, അങ്ങനെ പറയല്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നൊക്കെ അങ്ങനെ അവിടെ നിന്ന് തർക്കിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്ത് സൂരജും അമ്മയും പറയുന്നു, ഇന്ന് ഞങ്ങൾ സ്കൂളൊക്കെ കണ്ടിട്ട് വരാൻ പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെ ചിപ്പിയോട് സ്കൂൾ മുഴുവൻ കൊണ്ട് കാണിക്കാനൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സ്കൂൾ കാണാനായി പോവുകയാണ്. അപ്പോഴത്തേനും ഒരു കാറ് വരികയാണ്. അതിൽ നിന്ന് രചനയും ആദ്യം കൂടെ ഇറങ്ങി വരികയാണ്. അപ്പം ഇഷിത ആലോചിക്കുകയാണ്, ഇതെന്താ ഇൻഷാദ് ഇവിടെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവരിറങ്ങുന്നു. അപ്പം രചന ആദ്യയോട് പറയുന്നത്, അവൾ അവിടെയുണ്ട് മോനെ എന്ന് പറയുന്നു. അപ്പം ഞാൻ അവരെ കണ്ടിട്ട് വരാമെന്ന് പറയുന്നു. അപ്പം രചന പറയുന്നു, വേണ്ട വേണ്ട, നീ പോകണ്ട മോനെ എന്ന് പറയുന്നു. ഇല്ല, എനിക്ക് അവരെ കാണണം, എനിക്ക് നാലിത് പറയണമെന്ന് പറയുന്നു. അങ്ങനെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇഷിത ഇൻഷാദെ എന്ന് വിളിക്കുന്നു. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എൻ്റെ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. മോനെ, നിനക്ക് ഇവിടെ അഡ്മിഷൻ, നിങ്ങൾ എന്തിനാണ് എന്നെ മോനെ എന്നൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യാണ്. ഇനി എൻ്റെ അമ്മയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ഞാനായിരിക്കും നിങ്ങളോട് പൊരുതുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെന്താ എൻ്റെ അമ്മയോട് പറഞ്ഞേ ചിപ്പിയെ കൊണ്ടുപോയതല്ല എന്നെ പോലും കൊണ്ടുപോകുന്നു, പക്ഷെ ഞാനാണ് ചിപ്പിയെ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, മോനെ, ചിപ്പി നിൻ്റെ അനിയത്തി തന്നെയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ മോനെ എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. മോനെ, നീ പണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊക്കെ ഓർക്കുന്നുണ്ടോ അതൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇനി എൻ്റെ അമ്മയ്ക്കെതിരെ ഒരു തരി പോലും നിങ്ങൾ അനങ്ങാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഇഷിത ഇൻഷാദെ എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ തലയ്ക്ക് എന്തോ ഒരു മരവിപ്പ് പോലെ തോന്നുകയാണ്. അപ്പം രചന അടുത്തേക്ക് വരുന്നു, എന്താ മോനെ പറ്റിയെന്ന് പറയുന്നു. അവൾ ഇൻഷാദെ എന്നാണല്ലോ വിളിച്ചത്. അപ്പോൾ അവൻ ചോദിക്കുന്നു, ആണോ അമ്മേ, അപ്പോൾ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇൻഷാദിനെ കൂട്ടി പോകും. അങ്ങനെ ഇഷിത നോക്കുമ്പോഴത്തേനും രചനയും കാറിൽ നിന്ന് തന്നെയാണ് മഹേഷ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ എന്തിനാ എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ മഹേഷിനോട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് മഹേഷിന് ടെൻഷനാവുന്നു. ഇങ്ങനെ മകൻ വിളിച്ചുകൊണ്ടാണ് വന്നത്, മകൻ്റെ അഡ്മിഷനാണെന്നൊക്കെ പറയുന്നു. അപ്പം ഇഷിത പറയുന്നു, അയ്യോ പേടിച്ച്, ഞാൻ തുമ്മ തമാശ പറഞ്ഞില്ലെന്നൊക്കെ പറയുന്നു. എന്തായാലും ആദ്യം നമുക്ക് വേണം, അതുകൊണ്ട് നിങ്ങൾ വന്ന് നന്നായി എന്ന് പറയുന്നു. നിൽക്കുന്ന സമയത്ത് രചനയും മകനും വരുന്നു. അങ്ങനെ മഹേഷിനെയും കൂട്ടി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ അഡ്മിഷനൊക്കെ ശരിയാക്കുന്നു. മഹേഷിനെ അവർ കളിയാക്കുകയും ചെയ്യുന്നു. ഇത് മഹേഷിനെ കൂട്ടാതെ അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇഷിത ഇതെല്ലാം കാണുന്നു. ഇഷിത അടുത്തേക്ക് ചെല്ലുന്നു. സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവർ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് തിരിച്ചു പോകുന്ന സീനാണ് ഇന്നത്തേൽ കാണിക്കുന്നത്.